ഇത് സംഭവിച്ചത് 90കളിലാണ്. ഇപ്പോൾ കാണുന്ന ബാംഗ്ലൂർ ആയിരുന്നില്ല ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏകദേശം പകുതിയോളം കുഗ്രാമങ്ങളായിരുന്നു. ബാംഗ്ലൂരിലെ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ബൈക്കും കാറൊന്നും എത്തിയിരുന്നില്ല. അപ്പോഴാണ് ആ ഒരു ഗ്രാമത്തിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ രാഹുൽ എന്ന പേരുള്ള ഒരു ഡോക്ടർ പുതിയതായി ചാർജ് എടുത്തത്. അങ്ങനെ രാഹുലും രാഹുലിന്റെ ഭാര്യയും അവരുടെ കാറിലൂടെ ആ ഒരു ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ആ ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് അവർ താമസിക്കാൻ പോകുന്നത്. ആ ഒരു ഗ്രാമത്തിലേക്കുള്ള വഴി അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. എന്നാലും അവർ ആരോടൊക്കെ ചോദിച്ച് അവിടെ എത്തുകയാണ്. അവർ ആ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ കുറച്ച് ഇരുട്ടിയിരുന്നു. പക്ഷെ അവർക്ക് എവിടെയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ അവർ എല്ലാ വീടുകളിലും ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അതെ, എല്ലാ വീടുകളുടെയും വാതിലിൽ നാളെ ബാ എന്ന് എഴുതിയിട്ടുണ്ട്. അവർ അത് കണ്ടപ്പോൾ ചെറുതായിട്ട് അത്ഭുതപ്പെട്ടു. അവർ കരുതി ചിലപ്പോൾ അവിടെയുള്ള നാട്ടുകാർക്ക് ചിലപ്പോൾ അന്ധവിശ്വാസം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അവർ അവിടെ അവരുടെ വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം അവർക്ക് താമസിക്കേണ്ട വീട് കണ്ടുപിടിക്കുകയാണ്. ആ ഒരു വീടിന്റെ മുന്നിൽ അവരെ കാത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് ആ ഒരു വീടിന്റെ ചാവി കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ അവരോട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെയുള്ള എല്ലാ വീടുകളുടെയും പുറത്ത് നാളെ ബാ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളും അവരെ പോലെ തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. ഇതും പറഞ്ഞ് അയാൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. പക്ഷെ ഡോക്ടർക്ക് ഇതിലൊന്നും അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ അവർ വാതിലിൽ നാളെ ബാ എന്ന് എഴുതിയിട്ടുമില്ല. അങ്ങനെ യാത്രാ ക്ഷീണം കാരണം അവരവിടെ കിടന്നുറങ്ങി. അങ്ങനെ അർദ്ധരാത്രി ആവുകയാണ്. അവർ ഒരുപാട് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടു. അതുകൂടാതെ വീടിന്റെ പുറത്തു നിന്നും ഏതോ ഒരു സ്ത്രീ നടക്കുന്ന ശബ്ദവും അവർ കേട്ടു. ഗ്രാമത്തിലെ ആരെങ്കിലും അതിലൂടെ പോകുന്നതായിരിക്കാമെന്ന് കരുതി അവർ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. അപ്പോഴാണ് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം അവർ കേട്ടത്. അവരൊന്ന് ഭയപ്പെട്ടു. വാതിൽ തുറക്കണോ വേണ്ടയോ എന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവർ അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം നിന്നത്. അങ്ങനെ ഡോക്ടർ രാഹുൽ വാതിൽ തുറക്കുകയാണ്. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ചിലങ്കയുടെ ശബ്ദം അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ അവർ എങ്ങനെയോ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. രാവിലെ ഡോക്ടർ തന്റെ ആദ്യ ദിവസം തന്നെ വൈകിക്കേണ്ട എന്ന് കരുതി നേരത്തെ തന്നെ കാറെടുത്ത് ഇറങ്ങി. ഭാര്യയാണെങ്കിൽ നാട്ടുകാരെയൊക്കെ പരിചയപ്പെടാമെന്ന് കരുതി പുറത്തുപോയി. അങ്ങനെ അവരുമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് എന്തുകൊണ്ടാണ് നാട്ടുകാർ വീടിന്റെ പുറത്ത് നാളെ ബാ എന്ന് എഴുതുന്നതിന്റെ രഹസ്യം മനസ്സിലായത്. അതുകൂടാതെ കഴിഞ്ഞ രാത്രി അടുത്തുള്ള വീട്ടിൽ ക്രൂരമായ കൊലപാതകം നടന്നുവെന്നും അവർ അവളോട് പറഞ്ഞു. തീർച്ചയായും അവർ പേടിക്കുന്ന യക്ഷിയാണ് ഇത് ചെയ്തത് എന്നും അവർ പുറത്ത് നാളെ ബാ എന്ന് എഴുതിയിട്ടില്ല എന്നും അവർ സംസാരിക്കുകയിടയായി. ഡോക്ടറിന്റെ ഭാര്യക്ക് ആ ഒരു യക്ഷിയെ പറ്റി കൂടുതൽ അറിയണമായിരുന്നു. അങ്ങനെ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു നാട്ടിലെ ഒരാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അയാൾ കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണത്തിന്റെ ആദ്യ രാത്രി തന്നെ അയാൾ തന്റെ കാമുകിയോടൊപ്പം ഒളിച്ചോടി. ഇതിൽ മനംനൊന്ത കല്യാണ പെണ്ണ് ആത്മഹത്യ ചെയ്തു. ആ ഒരു ആത്മാവിന് ശാന്തി ലഭിക്കാത്തത് കൊണ്ട് ആ ഒരു ഗ്രാമത്തിൽ അലയുകയും അവിടെയുള്ള നാട്ടുകാരോട് പ്രതികാരം ചെയ്യുകയും ചെയ്തു. അവൾ ഓരോ രാത്രിയിലും ഓരോരോ വീട്ടിൽ പോയി അവരുടെ പിന്നിൽ ചെന്ന് അവരുടെ ബന്ധുക്കളുടെ ശബ്ദം ഉണ്ടാക്കി അവരെ വിളിക്കും. തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ വക വരുത്തുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാരുടെ വീടിന്റെ പുറത്ത് നാളെ ബാ എന്ന് എഴുതുന്നത്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യക്ഷി വന്ന് അവരുടെ വാതിലിൽ മുട്ടില്ല. ഇങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു യക്ഷി രാത്രി വരുമ്പോൾ നാളെ ബാ എന്ന് എഴുതിയത് കാണും. അങ്ങനെ അവൾ അവിടെ നിന്നും പോയി നാളെ വരും. പക്ഷെ നാളെയും ഇത് തന്നെയായിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടാവുക. ഇതങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിൽ നാളെ ബാ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ആൾക്കാരുടെ മരണം ഉറപ്പാണ്. ഇത് കേട്ടിട്ട് ഡോക്ടറിന്റെ ഭാര്യക്ക് ചെറുതായി ഭയം വന്നിരുന്നു. എന്തായാലും ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാര്യ തന്റെ അനുജനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുകയാണ്. അന്ന് രാത്രി അവൾ ഭയപ്പെട്ടിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. പക്ഷെ ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ്
ഡോക്ടർ രാഹുൽ സുഖമായി കിടന്നുറങ്ങി. പക്ഷേ രാത്രി പുറത്തുനിന്നും കേൾക്കുന്ന ചിലങ്കയുടെ ശബ്ദവും സ്ത്രീ അലറുന്ന ശബ്ദവും അവളെ നല്ല രീതിയിൽ തന്നെ ഭയപ്പെടുത്തിയിരുന്നു. അവൾക്കാണെങ്കിൽ എല്ലാ നേരവും ഇതിനെപ്പറ്റി തന്നെയായിരുന്നു ചിന്ത. അങ്ങനെ അവസാനം അവൾ രാഹുലിനോട് പറയാതെ വാതിലിൽ നാളെ ബാ എന്നെഴുതി. ജോലി കഴിഞ്ഞ് രാഹുൽ വീട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഇതായിരുന്നു കണ്ടത്. വീടിന് പുറത്ത് നാളെ ബാ എന്നെഴുതിയിരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട രാഹുൽ, നീയും അവരെ പോലെ അന്ധവിശ്വാസികളായോ എന്ന് പറഞ്ഞ് ആ ഒരു നാളെ ബാ എന്നെഴുതിയത് മായ്ച്ചു കളഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാഹുലിന്റെ ഭാര്യയുടെ സഹോദരൻ ആരോടും പറയാതെ ട്രെയിൻ കയറി അവിടെ എത്തി. ആ ഗ്രാമത്തിൽ എത്തിയപ്പോഴേക്കും ഒരുപാട് ഇരുട്ടിയിരുന്നു. അവിടെയുള്ള ഓട്ടോക്കാരെ വിളിച്ചെങ്കിലും ആരും ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാൻ തയ്യാറായില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീടെത്താൻ നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ ചേച്ചി പറഞ്ഞത് അവൻ ഓർത്തെടുത്തു. അങ്ങനെ അവൻ കുറച്ചു ദൂരം നടന്നു. അപ്പോഴാണ് അവനത് കണ്ടത്. ആൾക്കൂട്ടം ഒഴിഞ്ഞ് ഒരു ഒറ്റപ്പെട്ട വഴി. എങ്ങും കൂരാക്കൂര ഇരുട്ട്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ്സും നിലാവെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവികളുടെ ശബ്ദമൊക്കെ അവന് കേൾക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവൻ കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവന്റെ പിറകിൽ നിന്നും ചിലങ്കയുടെ ശബ്ദം അവൻ കേട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് ചിലങ്കയും ആ ഗ്രാമത്തിലെ യക്ഷിയെ പറ്റി ചേച്ചി പറഞ്ഞത് അവൻ ഓർത്തെടുത്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിറകിൽ നോക്കരുത് എന്ന് ചേച്ചി പറഞ്ഞതും അവൻ ഓർത്തു. അങ്ങനെ അവൻ പിറകിൽ നോക്കാതെ നടക്കാൻ തുടങ്ങി. ചിലങ്കയുടെ ശബ്ദം കൂടിക്കൊണ്ടുവന്നു. അത് അവനെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായി. ഭയം കാരണം അവന് പറ്റുന്ന അത്രയും വേഗത്തിൽ അവൻ ഓടാൻ തുടങ്ങി. അവന്റെ പിറകിലുള്ള യക്ഷിയും ഓടുന്നുണ്ടായിരുന്നു. യക്ഷി അവനെ പല പല ശബ്ദങ്ങളിൽ വിളിക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ പിന്നിലേക്ക് നോക്കാതെ കഴിയുന്ന അത്രയും വേഗത്തിൽ അങ്ങനെ അവൻ തൊട്ടടുത്തുണ്ടായിരുന്ന മതിലിലേക്ക് ചാടി വീണു. എന്നിട്ട് ആ ഒരു യക്ഷി കാണാതെ ഒളിച്ചു. ആദ്യമൊക്കെ ചിലങ്കയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിലും അത് ദൂരേക്ക് പോകുന്നതായി അവൻ ശ്രദ്ധിച്ചു. ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ അവൻ വീട് ലക്ഷ്യമാക്കി നടന്നു. വീടെത്തിയപ്പോൾ അവൻ വാതിലിൽ മുട്ടി. ഡോക്ടറും ഭാര്യയും എഴുന്നേറ്റു. അനുജന്റെ ശബ്ദം കേട്ടെങ്കിലും അത് യക്ഷി ആയിരിക്കുമെന്ന് കരുതി ഭാര്യ വാതിൽ തുറക്കാൻ മടിച്ചു. പക്ഷെ ഡോക്ടർ വാതിൽ തുറന്നു. അപ്പോഴാണ് അനുജനെ കാണാൻ സാധിച്ചത്. സഹോദരൻ പെട്ടെന്ന് തന്നെ അകത്ത് കയറി അവൻ ഉയർത്തു. അതുകൂടാതെ അവൻ ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. സംഭവിച്ചതൊക്കെ അവൻ മെല്ലെ ചെറിയ ശബ്ദത്തിൽ അവരോട് പറഞ്ഞു. ആ സമയമാണ് വാതിലിൽ ഒരു മുട്ടൽ അവർ കേട്ടത്. അപ്പോഴാണ് വാതിലിന്റെ പുറത്ത് നാളെ ബാ എന്ന് എഴുതിയത് മായ്ച്ച കാര്യം അവർ ഓർത്തു. അവർ 3 പേരും സോഫയുടെ ബാക്കിൽ ഒളിച്ചു. ആ സമയം കൊണ്ട് തന്നെ യക്ഷി ജനാലയിൽ കല്ലെറിയുന്നുണ്ടായിരുന്നു. ജനാല പൊട്ടി. ആ ഒരു യക്ഷി ആ സമയം അലറുന്നുണ്ടായിരുന്നു. പിന്നീട് അടുക്കളയിൽ നിന്നുമായിരുന്നു ശബ്ദം കേട്ടത്. ആ യക്ഷി ഹാളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ 3 പേരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനൊക്കെ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ഭാര്യ കിച്ചണിലേക്ക് നടന്നു. അവിടെയുള്ള ലൈറ്റ് ഇടാൻ പോയപ്പോൾ തന്റെ പിറകിൽ ആരോ നിൽക്കുന്നതായി അവൾക്ക് തോന്നി. എന്നിട്ടും അവൾ പിറകിൽ നോക്കിയില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് ഇട്ടപ്പോൾ കണ്ണാടിയിൽ അവൾ കണ്ടു. കൂർത്ത പല്ലും നീളമുള്ള മുടിയുമുള്ള ആ ഒരു യക്ഷിയെ കണ്ട് അവൾ ഭയന്ന് വിറച്ചു. പിന്നീട് അവൾ ഒന്നും നോക്കിയില്ല. യക്ഷിയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല അവൾ പൊട്ടിച്ചു. അത് യക്ഷിയെ തള്ളുന്നതിലും കൂടുതലായിരുന്നു. യക്ഷി ഉഗ്രരൂപിണിയായി അവളെ കൊല്ലാൻ നോക്കി. രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൾ ഒരു കാര്യം ലക്ഷ്യമാക്കി ചാടി. പിന്നീട് അവിടെയുള്ള നാട്ടുകാർ കണ്ടത് ആ ഒരു വീടിന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിക്കുന്നതും കത്തുന്നതുമായിരുന്നു. യക്ഷിയുടെ മറ്റൊരു ആക്രമണമാണെന്ന് കരുതിയ നാട്ടുകാർ അവിടേക്ക് അടുത്തില്ല. പിന്നീട് രാവിലെ ആയപ്പോഴാണ് അവിടെയുള്ള നാട്ടുകാർക്ക് ആ ഒരു ന്യൂസ് ലഭിച്ചത്. തന്റെ ഭർത്താവിനെയും അനുജനെയും രക്ഷിക്കാൻ വേണ്ടി അടുക്കളയിലെ ഗ്യാസ് ഓണാക്കി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഡോക്ടറുടെ ഭാര്യ. പിന്നീട് ആ ഒരു നാട്ടുകാർ ആ ഒരു യക്ഷിയെ കണ്ടിട്ടില്ല. താൻ കാരണമാണ് തന്റെ ഭാര്യ മരിച്ചത് എന്ന കുറ്റബോധത്തിൽ ആ ഒരു ഡോക്ടർ അവിടം എന്നേക്കുമായി വിടുകയും ചെയ്തു. ഇതാണ് ആ ഒരു ഗ്രാമത്തിലെ മുതിർന്നവർ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ. ചില ആൾക്കാർ വിശ്വസിക്കുന്നില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന കഥയാണിത്. സംഭവം എന്തായാലും എല്ലാ ആൾക്കാരും ഒരേപോലെ ഈ ഒരു കഥ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ?
അല്ലെങ്കിൽ അതിലെന്തോ ഒരു സത്യമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഈ ഒരു സ്ഥലത്തെ പറ്റി നമ്മളോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. ആ ഒരു സബ്സ്ക്രൈബറിനോട് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് പ്രേതാനുഭവങ്ങളോ പ്രേതകഥകളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാൻ മറക്കരുത്. അത് പറ്റില്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താലും മതി. നമ്മളത് ഉടനെ വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് സൂര്യ സൈനിങ് ഓഫ് ഫ്രം സ്കാരേവുഡ് മലയാളം.